ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് നമുക്ക് സിമ്പിളും ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബട്ടർ ഗാർലിക് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സായിട്ടും ഓഫീസിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 20 to 25 ഗാർലിക് ക്ലോവ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാവേ. ഇനി ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും 2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ പിസ്സ സീസണിംഗ് ആണ്. മിക്സഡ് ഹെർബ്സോ എന്താണെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇനി ഇതിലേക്ക് 4.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് വെള്ളമൊക്കെ തിളച്ച് വരുന്നതും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് ബസ്മതി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അരിയൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാടായിട്ട് കുത്തി ഇളക്കല്ലേ, അരിയൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെ, നമ്മുടെ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇതുപോലെ ഗാർണിഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇവിടെ ഞാൻ വൈറ്റ് സോസ് ചിക്കനാണ് സൈഡിൽ സെർവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.